ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമാകാം. അതിൽ മൂളായിക സമ്മതം രാജൻ. ചണ്ഡാലഭിക്ഷുകിയിൽ മഹാകവി കുമാരനാശാൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു. ദീർഘവീക്ഷണമുള്ള ഒരു എഴുത്തുകാരൻ അത് കൊല്ലങ്ങൾക്കു മുമ്പേ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഐഫോൺ പോലും ശരീരത്തിൻ്റെ ഭാഗമായി കൊണ്ടുനടക്കുന്ന മലയാളിക്ക് ആ വരികൾ മനസ്സിലാക്കി വരാൻ സമയമെടുക്കുകയാണ്. ഇലന്തൂരിലെ നരബലിയും കൂടത്തായിയിലെ ജോളി കേസും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഏറ്റവും ഒടുവിലിതാ ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്നും അത്തരമൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ആഭിചാരക്രിയയുടെ ഭാഗമായി പിഞ്ചുകുഞ്ഞിൻ്റെ അടക്കം ജീവൻ നഷ്ടമായി കഴിഞ്ഞു. ആഭിചാരക്രിയയുമായി കട്ടപ്പന കേസിന് ബന്ധമില്ലെന്ന് പോലീസ് പറയുമ്പോഴും ഒരു തരത്തിൽ മനുഷ്യമനസ്സിൽ പതിഞ്ഞ ക്രൂരചിന്തയുടെ ബാക്കി പത്രമായി ഈ കേസിനെയും കാണേണ്ടതുണ്ട്. ഇങ്ങനെയല്ലെങ്കിലും ഇത്തരത്തിലുള്ള നിരവധി ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും സാക്ഷിയായതാണ് കേരളം. ചരിത്രത്തിലേക്ക് മൺമറഞ്ഞുപോയ കേരളത്തിലെ ആചാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ നായർ തറവാടുകളിൽ മുഴങ്ങിക്കെട്ടിരുന്ന ഒന്നാണ് മരുമക്കത്തായം. കഥാനായകൻ എന്ന സിനിമയിൽ ജയറാമും ഒടുവിൽ ഉണ്ണികൃഷ്ണനും KPS ലളിതയുമെല്ലാം അത് നമുക്ക് വളരെ ഭംഗിയായി അവതരിപ്പിച്ചും തരുന്നുണ്ട്. മരുമക്കൾ അഥവാ സഹോദരി മക്കൾ വഴിയുള്ള ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തറവാട്ടിൽ അന്ന് സ്ത്രീകൾക്കാണ് പ്രാമുഖ്യം. മൂത്ത പുരുഷൻ അത് തറവാട്ടമ്മയുടെ സഹോദരനോ മകനോ ആവാം. കാരണവരെന്ന നിലയിൽ വീട്ടുഭരണം നടത്തുന്നത് അവരാണ്. മറ്റു പുരുഷന്മാർ ഉള്ള സഹോദരന്മാരും മരുമക്കളും ഭരണകാര്യത്തിൽ കാരണവരെ സഹായിക്കുകയാണ് ചെയ്തു വരുന്നത്. കാരണവരുടെ സഹോദരി സഹോദരന്മാരും സഹോദരിമാരുടെ മക്കളുമെല്ലാം അടങ്ങിയ കൂട്ടുകുടുംബമാണ് തറവാട്. സഹോദരന്മാരുടെ മക്കൾക്ക് തറവാട്ടിൽ സ്ഥാനമില്ല. അവർ അവരുടെ അമ്മമാരുടെ വീട്ടിലായിരിക്കും താമസിക്കുക. കാരണവരുടെ ഭാര്യ തറവാട്ടിൽ അമ്മായിയായി വസിക്കുകയാണ് ചെയ്യുന്നത്. തറവാട്ടിലെ സ്ത്രീകൾക്ക് കാരണവരോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് അമ്മായി വഴിയാണ് ചെല്ലുക. സ്ത്രീകൾക്ക് നേരിട്ട് കാരണവരെ കാണാൻ അനുവാദവുമില്ല. സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം അറകളും സ്വകാര്യ സ്വത്തുക്കളും ഉണ്ടായിരിക്കും. ഓണം, വിഷു, തിരുവാതിര എന്നീ വിശേഷ ദിവസങ്ങളിൽ അരിയും സാധനങ്ങളും കൊടുക്കുകയും ചെയ്യും. പ്രസവത്തിന് എണ്ണയും കുഴമ്പും കൊടുക്കുക തുടങ്ങിയ ചെറിയ ഉത്തരവാദിത്വങ്ങളെ ഭർത്താക്കന്മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ ഭർതൃഗൃഹത്തിലേക്ക് പോകാറില്ല. സന്ധ്യയായാൽ ചൂട്ടും കെട്ടി ഭാര്യ വീട്ടിലേക്ക് പോവുക, പുലരും മുമ്പ് അവിടെ നിന്നിറങ്ങുകയുമാണ് പുരുഷന്മാരുടെ പതിവ്. ഭാര്യ പ്രസവിച്ചാൽ കുഞ്ഞിന് വേണ്ട പരിരക്ഷ നടത്തുന്നത് ഭർത്താവല്ല, മറിച്ച് വീട്ടിലെ കാരണവന്മാരാണ്. കാരണവർ മരിച്ചാൽ ശവം ദഹിപ്പിക്കുന്നതിന് മുമ്പ് അമ്മായിയും മക്കളും പടി കടന്നുകൊള്ളണമെന്നാണ് നിയമം. കുടുംബം സ്വത്തിന് സ്ത്രീയുടെ മക്കൾക്ക് അവകാശമുണ്ട്, പുരുഷന്മാരുടെ മക്കൾക്ക് അതില്ല താനും. കാരണവരെ മാറ്റാനോ സ്വത്ത് ഭാഗം വയ്ക്കാനോ അനന്തരവർക്ക് അവകാശമില്ല. കാരണവരുടെ അഭിപ്രായപ്രകാരം ഭാഗം വയ്ക്കാം, അതും പ്രത്യേകിച്ച് ഉള്ള സാഹചര്യങ്ങളിൽ മാത്രം. 4 മക്കളുള്ള സ്ത്രീക്ക് 5 ഭാഗമുള്ളപ്പോൾ 4 മക്കളുള്ള പുരുഷന് 1 ഭാഗമേ കിട്ടുകയുള്ളൂ. പുരുഷൻ്റെ മക്കൾക്ക് ഭാഗം അവരുടെ അമ്മ വീട്ടിൽ നിന്ന് വാങ്ങാം. തറവാട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇത്തരം തറവാടുകളിൽ അന്ന് സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാന ഒരു ആചാരമായിരുന്നു പുടമുറി. നായന്മാരുടെ വിവാഹമായിരുന്നു പുടമുറി എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു ഇത്. നീ ഇന്ന വീട്ടിലെ ഇന്ന പെണ്ണിന് ഉടുക്കാനും തേക്കാനും കൊടുക്കണം എന്ന് കാരണവർ മരുമകനോട് പറയുന്നതാണ് ആദ്യ ചടങ്ങ്. പിറ്റേ ദിവസം അമ്മാവന്മാർ 2 പുടവയും 1-2 ഉറുപ്പികയും മരുമകനെ ഏൽപ്പിക്കും. പെണ്ണിനെ അച്ഛനെ കൊണ്ട് ദിവസം നിശ്ചയിപ്പിക്കുകയും ചെയ്യും. വിവാഹ ദിവസവും സമയവും നിശ്ചയിച്ച ശേഷം ആ ദിവസം മരുമകനും ബന്ധുക്കളും പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും. മുഹൂർത്ത സമയത്ത് പുടവ കൊടുക്കും. വരൻ രാത്രി അവിടെ തങ്ങുകയാണ് ചെയ്യുക. മറ്റുള്ളവർ ഊട് കഴിച്ച് തിരിച്ചു പോരും. പുടമുറിയുടെ ചടങ്ങുകൾ അത്രമാത്രമായിരുന്നു. മറ്റൊന്ന് അനുലോമ വിവാഹമായിരുന്നു. ഉയർന്ന ജാതിയിലുള്ള പുരുഷൻ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുമായിരുന്നു. ഇതിന് അനുലോമ വിവാഹം എന്നാണ് പറഞ്ഞിരുന്നത്. പണ്ടുകാലത്ത് ഏറെ തർക്കങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്ക് വരെ കാരണമായ ഒന്നായിരുന്നു കാണം. ഭൂമി പാട്ടത്തിന് നൽകുമ്പോൾ കുടിയാൻ ജന്മിക്ക് നൽകുന്ന പണമാണ് കാണപ്പണം. പാട്ടമേൽക്കുന്നയാൾ ഇതോടെ കാണക്കുടിയാനായി മാറുകയും ചെയ്യുകയാണ്. ഭൂമിയുടെ ഗുണമനുസരിച്ച് ജന്മി ഒരു പാട്ടം നിശ്ചയിക്കും. അതിൽ നിന്ന് കാണത്തിൻ്റെ പലിശ കുടിയാന് കിഴിച്ചു കൊടുത്ത് ബാക്കിയുള്ളത് ജന്മിക്ക് കൊടുക്കും. ഇതിന് പുറപ്പാട് എന്നും പറയുന്നുണ്ട്. ആധാരത്തിൽ പ്രത്യേക കാലം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ കാണക്കാരന് 12 കൊല്ലം ഭൂമി കൈവശം വയ്ക്കാം. കാലം കഴിഞ്ഞാലും ഒഴിപ്പിക്കാതെ വസ്തു പിന്നെയും കുടിയാന് തന്നെ കൊടുക്കുകയാണെങ്കിൽ കുടിയാൻ ഒരു പൊളിച്ചെഴുത്ത് അവകാശം ജന്മിക്ക് കൊടുക്കണം. ഈ അവകാശം എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ജന്മിയാണ്. കാണക്കാരന് തൻ്റെ അവകാശം തീറു വിൽക്കുകയോ പണം വയ്ക്കുകയോ ചെയ്യാം.
കുടിയാൻ ഭൂമിയിൽ നാശമുണ്ടാക്കിയാൽ ജന്മിക്ക് കാണക്കുടിയാനെ കാലം കഴിയുന്നതിന് മുമ്പേ ഒഴിപ്പിക്കാൻ കഴിയും. കാണമായി കിട്ടുന്ന പണം സൂക്ഷിക്കണമെന്നാണ് ചിട്ട. മറ്റ് സമ്പാദ്യങ്ങളില്ലെങ്കിൽ അത്യാവശ്യത്തിന് എടുക്കാം. ഇതിൽ നിന്ന് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് ഉണ്ടായതായും പറയുന്നുണ്ട്. നടന്നു കയറിയ ചരിത്രവും കേരളത്തിന് പറയാനുണ്ട്. പണ്ടത്തെ യാത്ര അധികവും കാൽനടയായിട്ടായിരുന്നു. കാളവണ്ടി, കുതിരവണ്ടി, മഞ്ചൽ, മേനാവ്, തണ്ട് തുടങ്ങിയവ അധ്യാപകർക്കും പ്രഭുക്കന്മാർക്കും മാത്രമായി നിലനിന്നിരുന്ന ഒന്നാണ്. തണലിനായി അന്ന് വഴിനീളെ നടക്കാവ് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ചുമടിറക്കി വയ്ക്കാൻ ആൾപ്പൊക്കത്തിൽ അത്താണികളുമുണ്ടായിരുന്നു. ദാഹിക്കുന്നവർക്ക് വെള്ളം കുടിക്കാനായി തണ്ണീർ പന്തലുകളുമുണ്ടായിരുന്നു. കന്നുകാലികൾക്ക് വെള്ളം കുടിക്കാനായി കൽത്തൊട്ടികളും യാത്രക്കാർക്ക് താമസിക്കുവാനായി കിളിത്തട്ടുകൾ, സത്രങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള ഊട്ടുപുരകൾ എന്നിവയുമുണ്ടായിരുന്നു. കാൽനടയാണെങ്കിലും ഇത്തരം സുഖസൗകര്യങ്ങൾ ഏറെയും അന്ന് നൽകിയിരുന്നതാണ്. കുട്ടികളെ ബാല്യക്കാർ ചുമലിലേറ്റുകയും ചെയ്യുന്നുണ്ട്. കൈ രണ്ടും മാറിലിടിച്ച് തലയിൽ കൂടി നെറ്റി കൈകളെക്കൊണ്ട് ചുറ്റിപ്പിടിച്ച് കാൽ രണ്ടും കൈകൾ കൊണ്ട് പിടിച്ചാണ് ബാല്യക്കാർ കുട്ടികളെ കൊണ്ടുപോയിരുന്നത്. മറ്റൊന്ന് വരിഞ്ഞു കിടത്തലായിരുന്നു. വസൂരി രോഗം ബാധിക്കുന്നവരെ ആൾപ്പാർപ്പില്ലാത്ത പുരകളിലോ മുറികളിലോ കൊണ്ടുപോയി കിടത്തുന്ന പണ്ടുകാലത്തെ പതിവ് ഇങ്ങനെയായിരുന്നു. ഇതിന് വരിഞ്ഞു കിടത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. രോഗികൾക്ക് പ്രത്യേക ചികിത്സയൊന്നും അന്ന് നൽകിയിരുന്നില്ല. മുമ്പ് വസൂരി വന്ന് രക്ഷപ്പെട്ടവരായിരുന്നു ഇവരുടെ നോട്ടക്കാർ. അവർ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ രോഗികൾക്ക് കിട്ടുകയുള്ളൂ. വസൂരിക്ക് പ്രതിരോധ കുത്തിവയ്പ് വന്നതോടെ വരിഞ്ഞുകിടത്തലും അപ്രത്യക്ഷമായി മാറുകയും ചെയ്തു. അടിച്ചുതളി എന്നൊരു സമ്പ്രദായം ഇപ്പോഴും കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായിട്ടില്ലെന്ന് തന്നെ വേണം പറയാൻ. സാധാരണയായി എല്ലാ വീടുകളിലും രാവിലെയും വൈകുന്നേരവും മുറ്റവും മുറികളും വരാന്തകളും അടിച്ചു തളിച്ച് ശുചിയാക്കാറുണ്ടായിരുന്നു. മുറ്റത്ത് ചാണകവെള്ളം തളിക്കുകയും ചെയ്യും. പൊടിയടങ്ങുവാനും കൃമികീടങ്ങളെ അകറ്റുവാനുമാണ് അന്നത് ചെയ്തിരുന്നത്. മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും മാറാലയടിക്കുകയും ചെയ്യുന്നുണ്ട്. നീളമുള്ള ഒരു കോലിൽ കുറ്റിച്ചൂൽ കെട്ടി തട്ടിൻപുറവും മേൽക്കൂരയും എന്നിവിടങ്ങളിലെ മാറാല, ചിതൽ തുടങ്ങിയവ ചൂലുകൊണ്ടടിച്ച് വൃത്തിയാക്കും. അടുക്കളയിലെ കരിപ്പൊടിയും കരിയുമെല്ലാം കളഞ്ഞ് ചുവരും നിലവും കഴുകുകയും ചെയ്യും. വാതിലുകളുടെയും ജനലുകളുടെയും ചട്ടക്കൂട്, അഴി എന്നിവ പാരകത്തിൻ്റെ ഇല കൊണ്ട് തേച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെ ബെഞ്ച്, മേശ, കസേര, കട്ടിൽ എന്നിവയും ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കും. മുറികളെല്ലാം ചാണകം മെഴുകുകയും ചെയ്യും. മുറ്റവും പടിയും ചെത്തി വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെ എല്ലാ അംഗങ്ങളും ഇതിലൊക്കെ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അമര് പൊട്ടുന്നത് പാവങ്ങൾക്ക് എടുക്കാം എന്നൊരു ആചാരമുണ്ടായിരുന്നു. പാടത്ത് കൊയ്ത് കഴിഞ്ഞോ വിളവെടുത്ത് കഴിഞ്ഞോ മുള പൊട്ടി ഉണ്ടാകുന്ന ധാന്യവും മറ്റ് വിളകളും പാവങ്ങൾക്കുള്ളതാണ്. ഇത്തരം വിളയെ അമര് പൊട്ടുക എന്നാണ് പറഞ്ഞിരുന്നത്. സാധുക്കൾ ഈ വിളവെടുക്കുന്നതിനെ ഉടമസ്ഥർ തടയാറുമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആധുനിക കാലത്തും ചിലപ്പോഴൊക്കെ കയറിക്കൂടാറുള്ള ഒന്നാണ് അയിത്തം. ഉയർന്ന ജാതിയിൽപ്പെട്ടവരും താണജാതിയിൽപ്പെട്ടവരും തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിലൊന്നായിരുന്നു അയിത്തം. അശുദ്ധി പറഞ്ഞ് അയിത്തം എന്നായി മാറിയതാവാം. തമ്മിൽ തൊട്ടാൽ മാത്രമല്ല, അടുത്തുകൂടി പോയാൽ പോലും അയിത്തമാകുമായിരുന്നു അക്കാലത്ത്. ജാതിയുടെ ഉയർച്ച അനുസരിച്ച് അയിത്തമാകാതിരിക്കാനുള്ള അകലത്തിന് വ്യത്യാസമുണ്ട്. നായർ നമ്പൂതിരിയെ തൊട്ടാൽ നമ്പൂതിരി അയിത്തമാകും. കുളത്തിൽ ഉടുത്ത വസ്ത്രത്തോടെ മുങ്ങിയാലേ പിന്നെ നമ്പൂതിരിക്ക് അയിത്തശുദ്ധി വരൂ. പുല, വാലായ്മ തുടങ്ങിയ അശുദ്ധിയുള്ളവർ മറ്റുള്ളവരെ തൊട്ടാലും അയിത്തമാകും. കുളിയായിരുന്നു ഇതിനും പരിഹാരം. ഉയർന്ന ജാതിയിൽ മാത്രമല്ല, താണജാതിക്കാർ തമ്മിലും അയിത്തം പാലിച്ചിരുന്നു. സവർണർ കുളത്തിൽ കുളിക്കുമ്പോൾ അവർണർ കുളത്തിനരികിലൂടെ പോവരുത്. നമ്പൂതിരിമാർ യാത്ര പോകുമ്പോൾ വരവറിയിച്ചുകൊണ്ട് തുണക്കാർ യാഹോ യാഹോ എന്ന് വിളിച്ച് മുമ്പിൽ നടക്കുകയും ചെയ്യും. ഇത് കേട്ട് അയിത്തക്കാർ വഴിമാറിപ്പോകണമെന്നാണ് അന്നത്തെ നിയമം. ഭാഷയിലും ഇത്തരം സമ്പ്രദായങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നു. കീഴാളർ മേലാളോട് സംസാരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന ഭാഷയാണ് ആചാരഭാഷ എന്ന് പറയുന്നത്. താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരോടും ഉദ്യോഗസ്ഥരോടും പ്രജകളും രാജാക്കന്മാരോടും സംസാരിക്കുമ്പോൾ ആചാരഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഉയർന്നവരെ പരാമർശിക്കുമ്പോഴും താഴ്ന്നവരെ പരാമർശിക്കുമ്പോഴും രണ്ടു തരം ഭാഷ ഉപയോഗിക്കണമായിരുന്നു. ആദ്യത്തേത് ആദരസൂചകവും രണ്ടാമത്തേത് വിനയസൂചകവുമായിരിക്കും. ഉദാഹരണത്തിന്, അവിടുന്ന്, അടിയൻ, അങ്ങ് എന്നിങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിച്ച് മാത്രമേ ഇവരെ അഭിസംബോധന ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഓച്ചാനിച്ച് നിൽക്കൽ എന്ന് നമ്മൾ സിനിമാക്കളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സംഗതിയാണെങ്കിലും അതും അന്ന് നിലനിന്നിരുന്നതാണ്. മേലാളരെ കാണുമ്പോൾ കീഴാളർ ബഹുമാനം പ്രകടിപ്പിക്കാനായാണ് ഓച്ചാനിച്ച് നിൽക്കുന്നത്. മേൽമുണ്ട് തോളിൽ നിന്നെടുത്ത് കക്ഷത്തിൽ വെച്ച് വായ ഒരു കൈകൊണ്ട് പൊത്തി വണങ്ങുന്ന സമ്പ്രദായമായിരുന്നു ഇത്. മറ്റൊന്ന് അമ്മായി കപ്പമാണ്. മകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ അമ്മ പോകുമ്പോൾ വിശേഷപ്പെട്ട നാടൻ പലഹാരങ്ങൾ കൂടി കൊണ്ടുപോകണമായിരുന്നു. ഇതാണ് അമ്മായിക്കപ്പം എന്ന് പറയുന്നത്. നെയ്യപ്പം, കുഴലപ്പം, പൊട്ടിയപ്പം, ഇടിയൂന്നി എന്നീ പലഹാരങ്ങളും പഴുത്ത നേന്ത്രക്കുലകളും ചേർന്നതാണ് അമ്മായിക്കപ്പത്തിലെ വിഭവങ്ങൾ.
പലഹാരങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചവർക്കാണ് മകളുടെ വീട്ടിലേക്ക് അത് ചുമക്കാനുള്ള അവകാശവും. ധനികർ ഉരുളികൾക്കകത്തായിരുന്നു പലഹാരങ്ങൾ കൊടുത്തയച്ചിരുന്നത്. സാധാരണക്കാർ കൊട്ടയിലും ഉരുളി തിരികെ കൊടുത്തയക്കുമ്പോൾ ചുമട്ടുകാർക്ക് 4 വാര തുണിയും പണവും ഭർതൃവീട്ടുകാർ നൽകണമെന്നും അന്ന് നിയമമുണ്ടായിരുന്നു. മറ്റൊന്ന് കഞ്ഞികുടിയാണ്. രാവിലത്തെ കഞ്ഞികുടി പണ്ട് കേരളീയർക്ക് പ്രത്യേകമായുള്ളൊരു ആഹാര രീതിയായിരുന്നു. കഞ്ഞിക്കഞ്ച് കടി 3 സംശയം എന്നൊരു പഴഞ്ചൊല്ലും ഇതിനെപ്പറ്റിയുണ്ട്. 5 കടി എന്ന് പറഞ്ഞാൽ കഞ്ഞിയോടൊപ്പം 5 ഉപദേശങ്ങളുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പാവങ്ങൾ പഴങ്കഞ്ഞി ഉപ്പും മുളകും കൂട്ടി കഴിക്കുകയാണ് അന്നത്തെ പതിവ്. പണക്കാർ വിഭവസമൃദ്ധമായ കഞ്ഞി കുടിക്കും. നെയ്യും ചുട്ടപ്പപ്പടവും കണ്ണിമാങ്ങ അച്ചാറും ആയാലും ഇതിൽ വിഭവസമൃദ്ധമായ കഞ്ഞിയായി മാറുകയാണ്. മരണം നടന്ന വീട്ടിൽ ബന്ധുക്കൾ വെറ്റില, പുകയില, അവിൽ, ശർക്കര, പഴം, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളുമായിട്ടായിരുന്നു ദുഃഖമന്വേഷിച്ച് ചെന്നിരുന്നത്. ഇതിനെ കണ്ണോക്ക് എന്നാണ് വിളിച്ചു വന്നിരുന്നത്. ചിലർ തേങ്ങ, ചക്ക, ഏത്തക്കായ എന്നിവയും വെറ്റില, പാക്ക്, പുകയില എന്നിവ മാത്രവുമായും കണ്ണോക്ക് കൊടുക്കുമായിരുന്നു. ഇതും ചരിത്രത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ ആചാരങ്ങളാണ്.